Let's talk about the reflex mechanisms. There are two important reflex mechanisms that controlled the heart rate. നമ്മൾ ഹാർട്ട് റേറ്റിനെ പറ്റി പറഞ്ഞു. ദി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉള്ള സെൻറ്റേഴ്സ് വെയർ ദ ഹാർട്ട് റേറ്റ് ഇസ് റെഗുലേറ്റഡ്. അതിൽ നമ്മൾ പറഞ്ഞു എന്തുവാ, സ്പൈനൽ കോഡിൽ ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. T1 to T5 വരെ ഉള്ള ഏരിയസിൽ സ്പൈനൽ കാർഡിയോ ആക്സിലറേറ്ററി സെൻറ്റേഴ്സ് ഉണ്ട്. മെഡില്ല ഒബ്ലോങ്കേറ്റയിൽ സെൻറ്റേഴ്സ് ഉണ്ട്. ദർ ഇസ് കാർഡിയക് ആക്സിലറേറ്ററി സെൻറ്ററും ഇൻഹിബിറ്ററി സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ ഹൈപ്പോതലാമസിലും സെറിബ്രൽ കോർട്ടെക്സിലും ഈ 4 ഏരിയസിലാണ് ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തുവാ സെൻറ്റേഴ്സായിട്ട് പറയുന്നത്. നൗ ഇതിന്ന് ഒരു ഹാർട്ട് റേറ്റിന് താഴ്ചയോ എന്തോ അല്ലെങ്കിൽ ഇൻക്രീസോ ഉണ്ടാകുമ്പം ഇത് റെഗുലേറ്റ് ചെയ്യുന്ന 2 മെയിൻ റിഫ്ലെക്സസ് ആണ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് യുവർ മെഡില്ല ഒബ്ലോങ്കേറ്റ. സോ മെഡില്ല ഒബ്ലോങ്കേറ്റയിൽ ഉള്ള സെൻറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാവുന്ന 2 റിഫ്ലെക്സസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 മെയിൻ റിഫ്ലെക്സ് മെക്കാനിസംസ് എന്ന് പറയുന്നത് ദറ്റ് കൺട്രോൾസ് ദി ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഇസ് 1 ദ മാരീസ് റിഫ്ലെക്സ് ഓർ ദ കാർഡിയാക് ഇൻഹിബിറ്ററി റിഫ്ലെക്സ്. ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഹാർട്ട് റേറ്റ് കൂടുമ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിഫ്ലെക്സ് ആണ്. ദാറ്റ് ഇസ് മാരീസ് റിഫ്ലെക്സ്. ആൻഡ് ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് ഓർ ദി കാർഡിയാക് ആക്സിലറേറ്ററി റിഫ്ലെക്സ്, ദാറ്റ് ഇസ് ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടി അത് കുറഞ്ഞിരിക്കുമ്പോൾ എന്തുവാ ആക്റ്റീവ് ആവുന്ന ഒരു റിഫ്ലെക്സ് ആണ് ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് ഓൺ മാരീസ് റിഫ്ലെക്സ് ഓർ ദ കാർഡിയാക് ഇൻഹിബിറ്ററി റിഫ്ലെക്സ്. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ആക്ടിവേറ്റഡ് ആകുന്ന റിഫ്ലെക്സ്. ഇതെന്ന് പറയുന്നത് ബാരോ റിസെപ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു എവിടാണ് ബാരോ റിസെപ്റ്റേഴ്സ് സിറ്റുവേറ്റഡ് എന്നുള്ളത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിക്കാം. സി ദർ ആർ റിസെപ്റ്റേഴ്സ്. ദീസ് ബാരോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്ട്രെച്ചിനെ, ഒരു ബ്ലഡ് വെസൽ സ്ട്രെച്ച് ചെയ്യുമ്പം ആ സ്ട്രെച്ചിന് റെസ്പോൺസ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സാണ് ബാരോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ബാരോ റിസെപ്റ്റേഴ്സ് ആർ മെയിൻലി സിറ്റുവേറ്റഡ് ഇൻ ദി അയോട്ടിക് ആർച്ച്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ആർച്ച് ഓഫ് അയോട്ടയിൽ വരുന്ന ആ ആർച്ചിൽ ആണ് ഈ റിസെപ്റ്റേഴ്സ് കാണുന്നത്. അയോട്ടിക് ആർച്ചിൽ ആണ് കുറച്ച് ബാരോ റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ്. ആൻഡ് കരോട്ടിഡ് സൈനസ്. ഈ കരോട്ടിഡ് സൈനസ് എന്ന് പറയുന്ന ആർച്ച് ഓഫ് അയോട്ടയിൽ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് ആർച്ച് ഓഫ് അയോട്ടയെന്ന് വെസൽസ് ബ്രാഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഫ്രം ദ റൈറ്റ് ഇസ് ബ്രേക്കിയോസെഫാലിക്. ദെൻ ലെഫ്റ്റിലോട്ട് 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്, ലെഫ്റ്റ് കോമൺ കറോട്ടിഡ് ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ. സോ ഈ റൈറ്റ് സൈഡിലെ ബ്രേക്കിയോസെഫാലിക് ഇസ് ദെൻ ഡിവൈഡിങ് ഇൻ ടു എന്തുവാ കോമൺ കറോട്ടിഡ്, റൈറ്റ് കോമൺ കറോട്ടിഡ്, ആൻഡ് അതിൽ നിന്ന് ലെഫ്റ്റ് സബ്ക്ലേവിയനും എന്തുവാ റൈറ്റ് കോമൺ കറോട്ടിഡ്. ആ കോമൺ കറോട്ടിഡ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കറോട്ടിഡ് ആർട്ടറി ഓഫ് ദി ലെഫ്റ്റ് സൈഡ്. ആൻഡ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് കോമൺ കറോട്ടിഡ് ആണ് വിച്ച് ഇസ് ബ്രാഞ്ചിങ് ടു റൈറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോമൺ കറോട്ടിഡ്, ഇന്റേണൽ കറോട്ടിഡ് ആർട്ടറി ആൻഡ് എക്സ്റ്റേണൽ കറോട്ടിഡ് ആർട്ടറി. അതിനകത്ത് ഈ 2 ഇന്റേണൽ കറോട്ടിഡ് ആർട്ടറീസിൽ കാണുന്നതാണ്, കരോട്ടിഡ് സൈനസിൽ കാണുന്നതാണ് ഈ ബാരോ റിസെപ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു ഡയഗ്രാം. സി ദിസ് ഇസ് ആർച്ച് ഓഫ് അയോട്ടയിൽ ഈ മഞ്ഞ ഡോട്ട്സ് കാണുന്നതാണ് ബാരോ റിസെപ്റ്റേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദി അയോട്ടിക് ആർച്ച്. അതിനും അയോട്ടിക് ആർച്ച് റിസെപ്റ്റേഴ്സ് ബാരോ റിസെപ്റ്റേഴ്സ് ആണ് ഇതും. ആൻഡ് എന്തുവാ ബ്രേക്കിയോസെഫാലിക് ബ്രാഞ്ച് ചെയ്തിട്ട് റൈറ്റ് എന്തുവാ കോമൺ കറോട്ടിഡും അത് ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് എക്സ്റ്റേണൽ ആൻഡ് റൈറ്റ് ഇന്റേണൽ കറോട്ടിഡ് ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ ബ്രാഞ്ച് ചെയ്യുന്ന ഫ്രം ദി ആർച്ച് ഓഫ് അയോട്ടോ ഇറ്റ്സെൽഫ് സ്ട്രെയിറ്റ് കോമൺ കറോട്ടിഡ്, ലെഫ്റ്റ് കോമൺ കറോട്ടിഡ് ആണ് വരുന്നത്. അത് ഇന്റേണൽ കോമൺ കറോട്ടിഡും എക്സ്റ്റേണൽ കോമൺ കറോട്ടിഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 ഇന്റേണൽ കറോട്ടിഡ് ആർട്ടറീസിൻ്റെ ബിഗിനിങ്ങിൽ ഒരു സൈനസ്, ഒരു ബൾജ് ഉണ്ട്. ആ
ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ കരോട്ടിഡ് സൈനസിൽ ഉണ്ടാവുന്നതാണ് ഈ മഞ്ഞ കളറിൽ അവർ സ്പോട്ട് ചെയ്തിരിക്കുന്ന ബാരോ റിസെപ്റ്റേഴ്സ്. സോ ബാരോ റിസെപ്റ്റേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദി ആർച്ച്, aortic arch and the carotid sinuses. Okay, and these baroreceptors, when they get stretched, they start producing it is being stimulated and adinansarichana response undavunnathu. Now blood pressure increase cheyyumbom, okay, blood pressure increase cheyyumbom this will stimulate these baroreceptors, and from these baroreceptors impulses are transmitted to the central nervous system. Okay, baroreceptors അയോട്ടിക് ആർച്ചിലും കരോട്ടിക് സൈനസിലും ഉള്ളത് ബി പി ഇൻക്രീസ് ചെയ്യുമ്പം, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ ലാറ്ററൽ പ്രഷർ ഓൺ ദി വാൾ കൂടുകയാണ്. ആ ബ്ലഡ് വെസലിൻ്റെ ബ്ലഡ് പ്രഷർ കൂടുമ്പം ബാരോ റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇമ്പൾസസ് ആർ ഗോയിങ് ഇൻ ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി കരോട്ടിഡ് സൈനസിൽ നിന്ന് ഉള്ള ഇമ്പൾസസ് ആർ ക്യാരീഡ് ത്രൂ ദി കരോട്ടിഡ് നെർവ് എന്ന് പറയുന്ന നെർവ് വഴിയാണ് ഈ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്നത്, ഓർ ദി ഹെറിങ്സ് നെർവ് എന്ന് പറയും. കരോട്ടിഡ് സൈനസിലുള്ള ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറീസിലുള്ള കരോട്ടിഡ് സൈനസ്, ആ സൈനസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് പോകുന്ന വഴി നെർവാണ്. ആ നെർവ് എന്ന് പറയുന്നത് ഇസ് ദി കരോട്ടിഡ് നെർവ് ഓർ ദി ഹെറിങ്സ് നെർവ്, which later is forming as the 9th cranial nerve അല്ലെങ്കിൽ glossopharyngeal nerve. So the glossopharyngeal nerve ആണ് മെഡുല്ല ഒബ്ലോംഗേറ്റയിലോട്ട് എത്തുന്നത് in the central nervous system, and it reaches a point called as the nucleus tractus solitarius. നമ്മളത് മെഡുല്ല ഒബ്ലോംഗേറ്റയിലെ സെൻറ്റേഴ്സ് പറഞ്ഞു, 2 സെൻറ്റേഴ്സ് ആണ് ഉള്ളത്, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസും ന്യൂക്ലിയസ് ഒബ്ലിക്റ്ററസും. സോ ഈ സോളിറ്റേറിയസിലാണ് ഈ കരോട്ടിഡ് സൈനസിലുള്ള നെർവ്, കരോട്ടിഡ് നെർവിൽ നിന്ന് ഗ്ലോസോഫെറിഞ്ചൽ നെർവായിട്ട് മാറിയിട്ട് ഈ ഗ്ലോസോഫെറിഞ്ചൽ നെർവ് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിലോട്ട് എത്തുന്നത്. ഇനി കരോട്ടിഡ് ആർച്ചിലുള്ള ബാരോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് ആക്ടിവേറ്റഡ് ആയിട്ട് അതിൻ്റെ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വേഗസ് നെർവ് വഴിയാണ് ഈ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിലോട്ട് പോകുന്നത്. ആൻഡ് ഇവിടെ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിൽ എത്തിക്കഴിയുമ്പം എന്തുവാ, ദീസ് ഫൈബേഴ്സ് അറൈസിങ് ഫ്രം ദി കരോട്ടിഡ് സൈനസ് ആൻഡ് അയോട്ടിക് ആർച്ച്, ഈ ഫൈബേഴ്സിനെ, ദർ ഇസ് ദ വേഗസ് നെർവും ഗ്ലോസോഫെറിഞ്ചൽ നെർവ്, ദേ ആർ കോൾഡ് ആസ് ബഫർ നെർവ്സ് ഓർ സൈനോ അയോട്ടിക് നെർവ്സ്. ഇത് സൈനോ അയോട്ടിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കരോട്ടിക് സൈനസിൽ നിന്ന് വരുന്നത് സൈനോയും അയോട്ടിക് ആർച്ച് വഴി വരുന്ന നെർവിനെയാണ് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് സൈനോ അയോട്ടിക് നെർവ് എന്ന് പറയുന്നത്, ഓർ ബഫർ നെർവ്സ്. ഇങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബഫർ നെർവ്സ് എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി NTS വരെ എത്തിക്കഴിയുമ്പോൾ ഫ്രം ദെയർ എന്തുവാ, ബി പി കൂടിയിട്ടാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ഇതിനെ ബി പി കുറയ്ക്കാനായിട്ട് ഹാർട്ട് റേറ്റ് കുറയ്ക്കണം. So what happens? Excitatory impulses, a stimulus is given to the cardiac inhibitory area. That inhibition നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടുതൽ സ്റ്റിമുലസ് കൊടുക്കുക ഇൻഹിബിറ്ററി ഏരിയാസിലോട്ട്, so that the heart rate is being suppressed, and acceleratory area that is there in the medulla oblongata, ആ ആക്സിലറേറ്ററി സെൻറ്റേഴ്സിനെ സപ്രസ് ചെയ്യാനായിട്ട് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആണ് അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട്. Excitatory impulses are sent to the inhibitory areas, and inhibitory impulses are sent to the accelerating areas, so that the heart rate SA നോഡിലോട്ട് തിരിച്ചു പോകേണ്ട ഇമ്പൾസ് ഇൻഹിബിറ്ററി സെൻറ്റേഴ്സിലോട്ട് ടു ദി SA നോഡ്. സോ SA നോഡ് കുറച്ച് ഹാർട്ട് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത് ഇതുവഴിയാണ്. സോ ദ നെറ്റ് റിസൾട്ട് ഇസ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇസ് ആക്ടിവേറ്റഡ് through the vagus nerve, and decrease in the vagal tone happens. This produces a sudden decrease in heart rate and thereby decreasing the BP. So this is what Maris reflex does, or cardiac inhibitory reflex does.
ദിസ് ഇസ് ദി മെക്കാനിസം. ഇനി ബി പി കുറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ വിപരീതം, ദാറ്റ് ഈസ് ഈ ഇമ്പൾസസ് ബാരോ റിസപ്റ്റേഴ്സ് വഴി തന്നെ പോകുമ്പം ഇൻഹിബിറ്ററി ഏരിയാസിനെ പിന്നെയും ഇൻഹിബിറ്റ് ചെയ്ത് എക്സൈറ്റേറ്ററി ഏരിയാസിനെ പിന്നെയും സ്റ്റിമുലേറ്റ് ചെയ്ത് ഹാർട്ട് റേറ്റ് കൂട്ടും. ഓക്കെ, ഇത് രണ്ടും ഈ റിഫ്ലെക്സ് മെക്കാനിസം ചെയ്യും ഫോർ റെഗുലേറ്റിംഗ് ദി ഹാർട്ട്, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദി മാരീസ് റിഫ്ലെക്സ്. ഐ വിൽ ഷോ യു എ സ്മോൾ വീഡിയോ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് മാരീസ് റിഫ്ലെക്സ്.